അയ്യങ്കുന്ന് പഞ്ചായത്ത് എടപ്പുഴയിൽ സെന്റ് ജോസഫ്സ് പള്ളിക്ക് സമീപം തുടർച്ചയായ രണ്ടാം ദിവസവും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 12 മണിക്ക് ശേഷം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വ്യാപകമായ നാശം വിതച്ചു. എടപ്പുഴ പള്ളി, വെളിയത്ത് സിബി, കാപ്പുങ്കൽ സജി തുടങ്ങിയവരുടെ കൃഷിയിടത്തിൽ തെങ്ങ്, വാഴ, കവുങ്ങ് തുടങ്ങിയ കാർഷിക വിളകൾ നശിപ്പിച്ചു. പള്ളിയുടെ പിൻവശത്ത് സെമിത്തേരിയോട് ചേർന്ന പ്രദേശത്തെ 30-ലധികം വാഴകളും ആന നശിപ്പിച്ചു. എടപ്പുഴ വാളത്തോട് മെയിൻ റോഡിലെത്തിയ ആന വെളിയത്ത് സിബിയുടെ തെങ്ങ് നശിപ്പിച്ചു. പുലർച്ചെ വരെ മേഖലയിൽ തമ്പടിച്ച ആന നേരം വെളുത്തതോടെയാണ് തിരികെ പോയത്. പുലർച്ചെ നിരവധി ടാപ്പിംഗ് തൊഴിലാളികൾ കടന്നു പോകുന്ന വഴിയിലാണ് ആനയെത്തിയത്. തലേന്ന് രാത്രിയിൽ മഴ പെയ്തതുകൊണ്ട് റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾ ജോലിക്ക് പോകാതിരുന്നത് വലിയ അപകടം ഒഴിവാക്കിയെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആഴ്ചകളായി ആനക്കൂട്ടം പ്രദേശത്ത് ഭീതി സൃഷ്ടിക്കുന്നതായും ആനകളെ ഭയന്ന് കുന്നിന്റെ മുകൾ ഭാഗത്തെ കൃഷിനാശം കണക്കാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. ആർള ഫാമിൽ ആനകളെ തുരത്തുവാൻ ആരംഭിച്ചതോടെ പ്രദേശത്ത് ആനകളുടെ സാന്നിധ്യം അധികമാണെന്നും സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഇരിട്ടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സുനിൽകുമാറും സംഘവും സ്ഥലത്തെത്തി നാശനഷ്ടങ്ങൾ പരിശോധിച്ചു. കഴിഞ്ഞ 2 ദിവസമായിട്ട് കാട്ടാന വളരെയധികം ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ പ്രദേശത്ത് ഈ മലയുടെ മുകൾ ഭാഗത്തും താഴേക്കൊക്കെ ഈ ദിവസങ്ങളിൽ ഇറങ്ങി വരികയും ഒത്തിരി കൃഷി നശിപ്പിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയിൽ ആന നമ്മുടെ ആശ്രമത്തിനോട് ചേർന്ന്, പള്ളിയോട് ചേർന്ന് ഉള്ള ഈ സ്ഥലത്ത് സെമിത്തേരിയുടെ തൊട്ടടുത്ത് തന്നെയുള്ള വാഴത്തോട്ടവും അതുപോലെ മറ്റു കുറേ കൃഷി സാധനങ്ങളും എല്ലാം കൂടെ നശിപ്പിച്ചിരിക്കുകയാണ്. ഇതിനെതിരെ സർക്കാർ ഒരു വേണ്ട നടപടികളൊന്നും സ്വീകരിക്കാത്തതുകൊണ്ടാണ് ആന ഇത്രയധികം ഈ നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആനകളെ നിയന്ത്രിക്കാനായിട്ട് വേണ്ട വേലികളോ മതിലുകളോ ഒക്കെ തീർത്ത് ജനങ്ങളെ ഈ ഭീതിയിൽ നിന്നും രക്ഷിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. ഇല്ലെങ്കിൽ ഞങ്ങൾ പ്രതിഷേധത്തിൻ്റെ വഴിയിലേക്ക് കടക്കേണ്ടി വരും. +2 കഴിഞ്ഞു, ഇനി എന്ത്? മാസം 1 ലക്ഷം രൂപ സ്റ്റൈഫൻഡോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ? അതും ജർമ്മനിയിൽ. +2 ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം, പറക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം. ഫോൺ 7356 958 784 9400 100 499.